ഹായ് ഗായ്സ്, എല്ലാ മച്ചാന്മാർക്കും മാസ്റ്റർ ഗെയിമറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഗായ്സ്, MG. ലെറ്റ്സ് ഗോ. എഗെയിൻ നമ്മൾ വന്നേക്കാണ് ഗൈസ്, ലെവൽ ഡബിളുടെ പുതിയൊരു വീഡിയോ ആയിട്ട്. അപ്പൊ നമ്മള് അതിന്റെ പാർട്ട് 2 ആണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. നമുക്ക് എന്റെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മള് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഇത് പണി കിട്ടാതെ ഇങ്ങനെ റീഎൻട്രി. വീണ്ടും പണിയാണ് ഗൈസ്, വീണ്ടും പണിയാണ് ഗൈസ്. ആദ്യത്തെ ലൊക്കേഷനിൽ നിന്നാ മതിയായിരുന്നു. ഇത് മതി. ഒന്നൂടെ അയ്യോ, അടുത്താടി സ്പീഡ് വെച്ചിട്ടാണ് ഇതിന്റെ പരിപാടി. നമ്മൾ ആ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് എത്തിയേക്കാണ് ഗൈസ്. ഇതെങ്ങനെ ചെയ്യുന്നത് എനിക്കൊരു പിടിയില്ല. നേരത്തത് ഞാൻ സ്പീഡ് കൂട്ടിപ്പോയതായിരുന്നു ഗൈസ്. കിട്ടി. അയ്യോ, എന്തിനാടാ കൊന്നിട്ട്? ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാണ്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. എടാ, ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ലായിരുന്നു. ആടാ കേരള. ഇതെന്താ സംഭവം? ചാവും. സ്വിച്ചാണോ നോക്കിയതാണ് ഗൈസ്. അടുത്ത് ഇങ്ങോട്ടായിരുന്നേ. ഗൈസ്, ആ ഡോറും പറക്കുന്നുണ്ടല്ലോ. ഈയോടാ. അടുത്തത് അടുത്തവിടെ. ഇത് ചാടിപ്പോവാം ഗൈസ്. ചാടിപ്പോവാനുള്ള ഓപ്ഷൻ ഉണ്ട്, എന്നാലും നമ്മൾ ചാടില്ല. നൈസായിട്ട് ചാടി 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 വാ. അയ്യോ, ഇമോഷണൽ അടുത്തത്. കൂളായിട്ട് ഇങ്ങനെ പോവാം ഗൈസ്. നൈസായിട്ട് കയറി ഗൈസ്. നമ്മള് ചീനാന്നറിയാലോ പണ്ടേ. MG എന്ന് പറഞ്ഞ പിന്നെ ആരാന്ന് വിചാരം. നമ്മളടുത്ത സെക്ഷനിൽ പോകുന്നെത്തി. നല്ല പരിപാടിയാണല്ലോ. അയ്യോ, ഗായ്സ്, അവിടെ അങ്ങനെ ഒരു പണി ഉണ്ടായിട്ട് വീണ്ടും വന്നേക്കാണ് ഗൈസ്. എന്റെ പരിപാടി എത്തി. ഇനി പണിയൊന്നും ഇല്ലായിരിക്കും. ഇങ്ങനെ ആടാനാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ. പിന്നെ ഇത് നമ്മള് സ്പീഡ് യൂസ് ചെയ്യണം. ബ്ലോക്ക് വെച്ചിട്ട് കളിക്കണം.
എന്തെങ്കിലും പണി വരും. എടാ ഗൈസ് നമ്മള് കയറി ഗൈസ്. ഗൈസ് ഇത് സിമ്പിൾ പരിപാടിയല്ലേ. ഉയ്യോ യോ ഗൈസ് അത് ട്രാപ്പായിരുന്നു ഗൈസ്. അയ്യോടാ എടാ അങ്ങനെ ചെയ്യാൻ പറ്റും. ബുദ്ധി കിട്ടി ഗൈസ്. ബുദ്ധി വേണം ഗൈസ്, നമുക്ക് ബുദ്ധി ഉണ്ട്. ഇനി എന്തെങ്കിലും പണി വരുവോടെ? ഡേയ് കളിപ്പിക്കണ ഫേക്ക് ഇടണ. ഇത് പണവണ്ടാരം പിടിച്ച ഗെയിമാണ് ഗൈസ്. ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ട്. ഇതിപ്പോ ഇങ്ങോട്ട് വരുമായിരിക്കും. അയ്യോ എടാ മൂന്നാമത്തെയും കൂടി ഇങ്ങോട്ട് ഇടണ്ടായിരുന്നു. നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ചാടി ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് ഓടിക്കോ കയറി ഗൈസ്. കുറച്ച് അടുത്ത് ഇനി എന്ത് വള്ളിയാണാവോ വരാൻ പോണെ. ആ വള്ളിയായിരുന്നു ഗൈസ്. ഇത് നമ്മൾ നീക്കി തന്നെ കൊണ്ടുപോകണം. ഇപ്പോഴാണ് മനസ്സിലായ കളയല്. ഇവിടോ അവസാനം വരുന്നതിന് മുമ്പ് നീക്കി കൊണ്ടുപോകണോടാ. അയ്യോ അവിടെ പിന്നെ എന്ത് ചെയ്യാൻ പടവണ്ടാരം പിടിച്ച ഗെയിം. അയ്യോ 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 ചത്ത് ഗൈസ്. എടാ പെട്ടെന്ന് വേണം ഗൈസ്. നമ്മള് പെട്ടെന്ന് ഇവിടെ എത്തി. പെട്ടെന്ന് മാറ് സാധനമേ. നമ്മള് മേളിൽ പോയിട്ട് പിന്നെയും തിരിച്ചു പറഞ്ഞു. ഏയ്യോ ശേ ആടാ കേറടാ. ശോ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ച് കഴിച്ചു നമ്മളെ. ഇവിടെ എന്താ ചെയ്യണ്ടേ? താഴുമ്പോ തന്നെ പെട്ടെന്ന് ഓടിക്കോ. ചാടി പോണായിരിക്കും. ഓടിക്കോ. എന്തെങ്കിലും പണി വരുമെന്ന് എനിക്കറിയാം കേസ് അവിടെ. കാരണം നമ്മൾ ഈ ലെവൽ ഡബിളിനകത്തുള്ളവന്മാരെ വിശ്വസിക്കാൻ പാടില്ല. അവിടെ ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു എടുത്തോളൂ. എടാ വിടറ എന്നെ. അയ്യോ ഇപ്പൊ തന്നെ തിരിച്ചറിയാം ഈ സ്ഥലത്ത് പള്ളി. അയ്യോ പണ്ടാരം പിടിച്ച ഗെയിം മുടിഞ്ഞു പോകി. ലെവൽ ഡബിള്. എന്നെ വിടറാ. ഈ ഏതവനാണ് ഇങ്ങനൊക്കെ കാണിച്ചു വെച്ചേക്കണം.
ചാടുന്ന സാധനം വർക്കാവുന്നില്ല. ചാടുന്ന സാധനം വർക്കാവുന്നുണ്ടല്ലോ. ആ ചാടി കൈ. അയ്യോ ഇവിടെ വരെ ഞാൻ വന്ന ആളാ, എന്നെ വിടാ. ഞാൻ പിന്നെ അവിടുന്ന് എന്ത് കാണിക്കാനോ? ഒറ്റ മിനിറ്റ്. ഇവിടെ ചെറിയൊരിത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ശരി ശരി. അവിടെ വെച്ച് ഇത് നമ്മുടെ പെട്ടെന്ന് കേറി. എടാ ഇവിടെയും പണിയുണ്ട്. ശോ, അവിടെ നിക്കണം. അപ്പൊ അയ്യോ ഞാൻ മറന്നുപോയി ഗൈസ്. മറ്റൊരു പണി പിന്നെയും കിട്ടാൻ തുടങ്ങി. മറന്നുപോയല്ല, തിരിച്ച് ചാടണ്ടായിരുന്നു. ഇത് വേണം. ഇങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങനെ പോയി കേറണം. അയ്യോ കുറെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് കേസ് നമ്മളിത് നേടിയത്. ഇത് ഇവിടെ ഇനി എന്തോ Emotional damage. ഞാൻ അറ്റത്ത് വിട്ടും ജസ്റ്റ് ഇങ്ങനെ ചാടി നോക്കാം. ഇതെല്ലാം അങ്ങനെ ആയിരിക്കും കഴിച്ച് മിക്കവാറും. അവിടെ തട്ടിയിട്ട് വേണം തിരിച്ചു വീഴാൻ. അയ്യോ ബോംബ് ഒരാൾ തൊട്ട് വേണല്ലോ, വേറെ ഒന്നും നടക്കണില്ല. അയ്യോ എന്നെ കൊണ്ട് ചാടാൻ പറ്റുന്നില്ലല്ലേ. അത് ചാടി 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 നന്നായിട്ട് ചാടാൻ പറ്റുന്നു. അയ്യോ വേറെ പൊട്ടയ്ക്ക് മതി. മണിക്കും കളിച്ചു ചാടുന്നതാണ് കിട്ടിയ കിട്ടി 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 നന്നായിട്ട് കിട്ടി. ചാടുന്ന നന്നായിട്ട് കിട്ടിയ മുമ്പേ നമുക്ക് ചാടണം. ആടാ കേറുക. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ വെച്ചാവർക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ഗൈസ് MG സണിങ് ഔട്ട്. നമ്മൾ ഈ ലെവല് ഇന്ന് കളിക്കില്ല ഗൈസ്, കാരണം ഇങ്ങനെ വീണാൽ തന്നെ നമ്മൾ മേലോട്ട് പോകും. അല്ലെ ഇതും കൂടെ കളിച്ചിട്ട് തീർത്താം ഗൈസ്. ഗൈസ് കണ്ടില്ലേ ഈ ഒരു ലെവൽ നമ്മൾ പൊട്ടി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് ബാക്കടിച്ച് പോവാം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. ഇറ്റ്സ് മീ ഗൈസ് MG. ബൈ ബൈ ഗൈസ്. ഗൈസ് അപ്പോൾ ഇതാണ് കിവി ലോഗോസിൻ്റെ ലോഗോ.
അപ്പോൾ ഗൈസ് ഇവർ ലോഗോസും ബാനേഴ്സും പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോഗോ കമ്പനിയാണ് ഗൈസ് കിവി ലോഗോസ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാ പേജിൽ പോയി ഫോളോ ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിവി ലോഗോസിൻ്റെ ലിങ്ക് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 to 10 ആണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ലോഗോവും കിവി ലോഗോസ് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പുതിയ ലോഗോ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ഇൻട്രോ മ്യൂസിക്കും കാര്യങ്ങളും എല്ലാം കിവി ലോഗോസാണ് ചെയ്യുന്നത്. ഇൻട്രോ വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ കിവി ലോഗോസാണ് ചെയ്യാൻ പോണേ. അപ്പം പോസ്റ്റർ ബാനേഴ്സിന് 20 to 70 റുപ്പീസാണ് ഗൈസ് എമൗണ്ട് കൊടുത്തേക്കണേ. പിന്നെ ലോഗോസിന് 10, മാക്സിമം 20 ഗൈസ്. 20-ൻ്റെ മേളിലേക്ക് പോകില്ല. 5 തൊട്ടാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ വർക്ക് അനുസരിച്ച് എമൗണ്ടും കൂടും. എന്തായാലും 20-ന് മേളിലേക്ക് പോകാൻ ചാൻസ് ഇല്ല ഗൈസ്. ഇൻസ്റ്റഗ്രാം ID എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലോഗോസും പോസ്റ്റേഴ്സും ബാനേഴ്സൊക്കെ വേണ്ട മച്ചാന്മാരെല്ലാം ഉടനെ പോയി ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുക ഗൈസ്. മെസ്സേജ് അയച്ചാൽ എന്തായാലും റിപ്ലൈ വരുന്നതായിരിക്കും.